ഹായ്. ഉള്ളൊഴുക്ക്. സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ള എല്ലാ ആളുകളും, അതായത് വന്നവനും പോയവനും നിന്നവനും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഉള്ളൊഴുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈ പുറമെ നിന്ന് കാണുന്നതല്ലാതെ അവന്റെ ഉള്ളിലുള്ള ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. അത് പറയാതെ പോയതാവാം, അറിയാതെ പോയതാവാം, ഇനി അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നതായിരിക്കാം. അങ്ങനെ പലതരം കള്ളത്തരങ്ങളും സത്യങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള പലതരം ഫീലിങ്സ് ഉണ്ട്. ഈ ഫീലിങ്സിന്റെ ഒക്കെ ഒരു അടിയൊഴുക്ക്, അതാണ് സത്യത്തിൽ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞുള്ള സംവിധായകനും എഴുത്തുകാരനും രണ്ടുപേരും ഒരാൾ തന്നെയാണ് ഇതിലൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ പുള്ളിക്കാരൻ 100% വിജയിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമ വളരെ സ്ലോ പേസിൽ പോകുന്ന, വളരെ പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന സിനിമയാണ്. അതായത് ചില ആളുകൾക്ക് അവാർഡ് സിനിമ എന്ന് പറയില്ലേ, അങ്ങനെ ഉള്ള ഒരു സിനിമയാണ് ഈ ഉള്ളൊഴുക്ക്. 2 മണിക്കൂറാണ് സിനിമയുള്ളത്, പക്ഷെ വളരെ സ്ലോ പേസിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ലോ പേസിൽ പോകുന്ന ഇത്തരത്തിൽ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഈ സിനിമ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെറുതെ കണ്ടിട്ട് അതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം നല്ലൊരു മികച്ച സിനിമയാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആളുകൾ, ഇത്തരത്തിലുള്ള സ്ലോ പേസ് സിനിമകൾ ഇഷ്ടമില്ലാത്ത ആളുകൾ കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഉണ്ടോ കാണണം കാണാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് പറയാൻ ഞാനല്ല, പക്ഷെ ഇത് പറയണം തോന്നി, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിലെ ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ സിനിമ തുടങ്ങുന്ന മുതൽ അവസാനം വരെ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ സീനിൽ മാത്രമാണ് മഴ തോർന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു സീനിൽ മാത്രമാണ് വെള്ളം ഒന്ന് വലിഞ്ഞ് വെള്ളം ഇറങ്ങിപ്പോയതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇത് ഇവര് സെറ്റ് ഇട്ടേക്കാണോ ഇനി ഒറിജിനൽ ആയിട്ട് ആ സ്ഥലത്ത് കെട്ടി നിർത്തിയിട്ട് വെള്ളം അടിച്ച് നിറച്ച് വെച്ചേക്കാണോ എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ ആളും, ഈച്ച് ആൻഡ് എവരി വൺ, അവര് ഒരു ഹ്യൂജ് അപ്ലോസ് അവര് എന്താ പറയാ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത്ര നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത്. കാരണം വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മഴ എന്ന് പറയുമ്പോൾ തന്നെ, ഈ മഴ പെയ്യുമ്പോൾ സൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തിയേറ്ററിന് പുറത്ത് ഈ മഴ പെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്റർവെല്ലിന് പുറത്തിറങ്ങുന്ന സമയത്ത് ശരിക്കും പുറത്ത് മഴയുണ്ട്. അപ്പൊ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റും. പുറത്ത് നമ്മൾ ഒറിജിനലായിട്ട് കേൾക്കുന്ന മഴയും തിയേറ്ററിനുള്ളിൽ കയറി കഴിയുമ്പോൾ സിനിമയിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു വോയിസും തമ്മിൽ യാതൊരു ചേഞ്ചും ഇല്ല. അത്ര റിയലിസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പാർവതിയുടെ ക്യാരക്ടറിന്റെ അടുത്തേക്ക് ഊർവശിയുടെ ക്യാരക്ടർ നടന്നു പോകുന്ന ഒരു സീനുണ്ട്. വീട്ടിൽ ഫുള്ള് വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ കട്ടിലിൽ പോയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ കാലെടുത്ത് വെക്കുമ്പോഴുള്ള സൗണ്ടും, അതുപോലെ കട്ടിലിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ ആ ഒരു വേവ്സ് ഉണ്ടാവല്ലോ വെള്ളത്തിന്റെ, അപ്പോഴുള്ള സൗണ്ടും, പിന്നെ കാലതിൽ മുക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ സംഭവം വരെ സൗണ്ടിങ് പക്ക. പക്ക എന്ന് പറഞ്ഞാൽ 100% പക്ക. നമുക്ക് എവിടെ ഒരു മോശം തോന്നില്ല. അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൽ തോന്നുന്നത്. അത് ഒരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു ഒരു സല്യൂട്ട്. കാരണം അത്ര നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ലോ പേസ് സിനിമകളിൽ, ഇപ്പൊ ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിനെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്നത് അതിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസുകൾക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, വന്നവനും പോയവനും നിന്നവനും ഒക്കെ എന്താ പറയാ മത്സരിച്ച് അഭിനയിക്കുകയാണ്. അത്തരത്തിൽ പെർഫോമൻസ് കൊണ്ട് ഒരു 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 90% സിനിമയെ പിടിച്ചെടുത്തിട്ടുള്ള ഇത് പെർഫോമൻസ് തന്നെയാണ്. ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റു നോക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, രണ്ട് മികച്ച അഭിനേത്രികളാണ് ഇതിലുള്ളത്. ഒന്ന് ഉർവശി, ഒന്ന് പാർവതി. പാർവതി ഇഷ്ടമില്ലാത്ത പല ആളുകൾ ഉണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ട് ഹേറ്റേഴ്സ് ഇപ്പോൾ കൂടുതലാണെന്ന് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുള്ളത്. എന്നാൽ പോലും അഭിനയത്തിൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം മികച്ച അഭിനേത്രിയാണ്, ഇതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോ ഊർവശിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ഊർവശി, അതായത് പാർവതി മോശമാണെന്നല്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിഗംഭീരമായിട്ടാണ് ഊർവശി ചെയ്യുന്നത്. ഊർവശിയുടെ ഒരു 60% പോലും എത്താൻ പാർവതിക്ക് പറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്തരത്തിൽ വളരെ മികച്ച രീതിയിലാണ് ആ ക്യാരക്ടർ ഇങ്ങനെ ഊർവശി കൊണ്ടുവന്നത്. കാരണം ലീലാമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് തോന്നും. നമ്മൾ അഭിനയിക്കുകയല്ല, ജീവിക്കുക എന്ന് പറയില്ല, ആ ക്യാരക്ടറായിട്ട് ജീവിച്ച് കാണിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉർവശി ഇത്രയും ആളുകൾ എന്തുകൊണ്ടാണ് ഇത്ര മികച്ച നടി എന്ന് ഉർവശിനെ പറയുന്നതിന്റെ ഉത്തമമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം ഇതാണ്. ഉദാഹരണം എന്നല്ല, മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഉള്ളൊഴുക്ക്. കാരണം കംപ്ലീറ്റ്ലി പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ ടോപ്പിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഊർവശി തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും താഴത്തേക്ക് വരുമ്പോൾ പാർവതി ആ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
അതിൽ ചെയ്തിട്ടുള്ള പാർവതിയുടെ ഹസ്ബൻഡായിട്ട് വരുന്ന കാര്യം പേര് എനിക്ക് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ്. പുള്ളിക്കാരൻ വളരെ എന്താ പറയാ, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ചില മരണവെപ്രാളമൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അലൻസിയറുടെ വൈഫായിട്ട് വന്നിട്ടുള്ളത്, പിന്നെ ഇതിലെ ഒരു കാമുകന്റെ റോൾ ചെയ്തിട്ടുള്ള ഒരാൾ, ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലെ വില്ലനാണ്. പേരെനിക്ക് കിട്ടുന്നില്ല, ഒരു അർജുൻ അങ്ങനെ എന്തോ ആണ് പേര്. എന്തായാലും എല്ലാവരും നല്ല കിടിലൻ അഭിനയം. ഇതിലൊരു ഡോക്ടറായിട്ട് നിൽക്കുന്ന പുള്ളിക്കാരന്റെ പോലും മുഖത്ത് വരുന്ന ഭാവമൊക്കെ പക്കയാണ്. അങ്ങനെ ഇമോഷൻസിന്റെ ഒരു വിളയാട്ടമാണ് സിനിമ. പക്ഷെ അതിൽ പെർഫോമൻസ് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സിനിമ കാണുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കൗണ്ടേഴ്സ് അടിക്കും. പല സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കൗണ്ടർ പറയും, തമാശകൾ പറയും, അല്ലെങ്കിൽ ചില സീൻസ് നമ്മൾ ട്രോളും, അങ്ങനെയൊക്കെ ചെയ്യും. അത് സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര കളിയാക്കാൻ ശ്രമിച്ചാലും ആ സിനിമയുടെ ഒരു ഫീൽ ഉണ്ട്. ആ ഫീലിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ഇമോഷൻ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു 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 കയറിട്ട് വലിക്കുന്ന പോലെ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. അതിന് പെർഫോമൻസ് പ്രധാന ഘടകമാണ്, മ്യൂസിക് പ്രധാന ഘടകമാണ്, സൗണ്ടിങ് പ്രധാന ഘടകമാണ്, ഇതിന്റെ ഡയറക്ഷൻ, സ്റ്റോറി ലൈൻ ഒക്കെ പ്രധാന ഘടകമാണ്. അപ്പൊ എല്ലാം ഒത്തിണങ്ങി വന്നിട്ടുള്ള ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഉള്ളൊഴുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഊർവശിയുടെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഉണ്ട്. അതായത് ആ ക്യാരക്ടറിന് മനസ്സിലാവണം സ്വയം ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാവുകയും മറ്റുള്ള ആളുകൾ തെറ്റ് ചെയ്തത് അവരുടെ സാഹചര്യം അപ്പൊ എന്തായിരുന്നു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചില സംഭവങ്ങൾ തെറ്റിപ്പോവുക, അത് പിന്നീട് വലിയ അപകടങ്ങൾക്ക് കാരണമാക്കുക, അല്ലെങ്കിൽ അത് വലിയ വേദനകൾക്ക് കാരണമാക്കുക. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. സോ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ ക്യാരക്ടർ സ്വയം വിട്ടു നൽകുകയാണ്, അല്ലെങ്കിൽ സ്വയം എല്ലാം ഓക്കെ സമ്മതിച്ചു, ഞാനത് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം വിട്ടു കൊടുക്കുന്ന ഒരു സീനാണ്. ആ സീനിൽ പാർവതിയുടെ അടുത്ത് വന്നിട്ട്, ആ ക്യാരക്ടറിന്റെ അടുത്ത് വന്നിട്ട് ഈ ലീലാമ്മ എന്ന് പറഞ്ഞ ഉർവശിയുടെ ക്യാരക്ടർ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗ്സ് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് പാർവതിയുടെ മുഖത്ത് നോക്കാതെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എണീറ്റ് പോവാണ്. ആ സമയത്ത് അവരുടെ മുഖത്ത് വന്നുള്ള ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറയില്ല, അത് ആ ഹമീ കരയില്ല എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കരയിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ കണ്ണീര് ഒഴുകി അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ ആ ഒരു വേദന ശരിക്കും ഉണ്ടാവുന്നുണ്ട്. ആ ക്യാരക്ടറിന്റെ ആ ഒരു പെയിൻ അതെന്താണെന്നുള്ളത് ആ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ അഭിനയത്തിന്റെ എക്സ്ട്രീം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ മനോഹരമായിട്ടാണ് ഉർവശി ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ കരയുന്ന സീനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് കരഞ്ഞ് മെഴുകി മൂക്കൊലിപ്പിച്ച് ഇമ്മാതിരി പരിപാടിയൊന്നുമില്ല. അത് കറക്റ്റ് ആണ്. ആ അളവിൽ എവിടെ എങ്ങനെ തരണം അത് കറക്റ്റ് ആയിട്ടാണ് നമുക്ക് അവര് ഡെലിവർ ചെയ്യുന്നത്. അത് ഓരോ ക്യാരക്ടറും, പാർവതി ആണെങ്കിലും മറ്റുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ആ ഒരു മീറ്റർ കറക്റ്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് പാതി സമാധാനമാവും. കാരണം സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലും. അപ്പോൾ അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പറയാനുള്ളത്, ചില ആളുകൾക്ക് സ്ലോ പേസ് സിനിമകൾ, വളരെ പതിയെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന സിനിമകൾ ഇഷ്ടമല്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയുടെ ത്രെഡും അതിൽ അഭിനയവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി നമ്മൾ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും 2 മണിക്കൂർ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞുള്ള സിനിമ. ഇതിൽ ജോർജിന്റെ, ഞാൻ ഈ സിനിമ കാണാനല്ല, അപ്പൊ നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതല്ലാതെ ധ്യാനിന്റെ ഒരു സിനിമ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതല്ലാണ്ട് ഇപ്പൊ ഈ മൂന്നാമതായിട്ട് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഞാൻ ഈ ഉള്ളൊഴുക്കിൽ ഏത് എടുക്കണം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എടുക്കാനുള്ള കാരണം ജോർജ് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നുണ്ട്, ക്രിസ്റ്റോ ടോമി പുള്ളിക്കാരന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കഥ ചിന്തിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാവുന്ന ഒരു കഥയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്ര മനോഹരമായിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പക്ഷേ പുള്ളിക്കാരനായിരിക്കും സാധിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ തോന്നിപ്പോകുന്ന രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ടർ എന്ന രീതിയിലും എഴുത്തുകാരൻ എന്ന രീതിയിലും പുള്ളിക്കാരന്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കാണാം, കാണുന്നവരെ.